പടയപ്പ വീണ്ടും ഇടുക്കി കല്ലാറിലെ മാലിന്യ പ്ലാന്റിൽ എത്തിയിരിക്കുന്നു. ആന പ്ലാസ്റ്റിക് മാലിന്യം ഭക്ഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കാട്ടാനകൾ മാലിന്യ പ്ലാന്റിൽ എത്തുന്നത് തടയാൻ മൂന്നാർ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന പരാതിയുണ്ട്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകാനുണ്ട്. അതോടൊപ്പം നമുക്ക് ദൃശ്യങ്ങൾ ആദ്യം കാണാം. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി ഉണ്ട് നമുക്കൊപ്പം. രാഹുൽ, കല്ലാറിലെ മാലിന്യ പ്ലാന്റിൽ പടയപ്പ് ഇറങ്ങിയത് സ്വാഭാവികമായും പരിസരവാസികളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ടാകണം. നടപടി സ്വീകരിക്കുന്നില്ല വേണ്ട രീതിയിൽ എന്ന ഒരു ആക്ഷേപം മൂന്നാർ പഞ്ചായത്ത് നേരിടുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകളുടെ ഭീതിക്കപ്പുറത്തേക്ക് ഈ മാലിന്യം, അതായത് പ്ലാസ്റ്റിക് മാലിന്യം പടയപ്പ കഴിക്കുന്നത് ഇതാദ്യമായല്ല. ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടുള്ളതുമാണ്. അന്ന് വലിയ തരത്തിലുള്ള പരാതി വനം വകുപ്പ് ഉൾപ്പെടെ കൊടുത്തതുമാണ്. അതായത് ഈ കല്ലാർ മാലിന്യ പ്ലാന്റിന് ചുറ്റും സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട്, അത് പഞ്ചായത്താണ് ചെയ്യേണ്ടത്, മൂന്നാർ പഞ്ചായത്താണ് ചെയ്യേണ്ടത്. അത് കൃത്യമായി ചെയ്തുകൊണ്ട് ആനകൾ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കണം. മാത്രമല്ല, ഈ വേസ്റ്റ് മാലിന്യങ്ങൾ ഇങ്ങനെ വലിച്ചു നിരത്തിയിടുന്ന നടപടി അത് ഒഴിവാക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു നിർദ്ദേശമായി വനം വകുപ്പ് ഉൾപ്പെടെ കൊടുക്കുകയും ചെയ്തതാണ്. പക്ഷേ മൂന്നാർ പഞ്ചായത്ത് അത് ഒരു തരത്തിലും അംഗീകരിച്ചിട്ടില്ല, നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മയായി ഇവിടെ കാണിക്കാനുള്ളത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പടയപ്പ മാത്രമല്ല, മറ്റ് ആനകളും ഇങ്ങോട്ടേക്ക് സമാനമായ രീതിയിൽ ഈ വേസ്റ്റ് ഭക്ഷിക്കുന്നതിന് വേണ്ടി എത്താറുണ്ട് എന്നുള്ളതും ഒരു ആശങ്കപ്പെടുന്ന കാര്യമാണ്. നിലവിൽ ഇപ്പോൾ പടയപ്പ ഈ കല്ലാർ എസ്റ്റേറ്റ് ഭാഗത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. അത് നാട്ടുകാർക്ക് മറ്റൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. എന്തായാലും ഇത് കൃത്യമായ ഇടപെടൽ പഞ്ചായത്തും വനംവകുപ്പും സ്വീകരിക്കേണ്ടതാണ്. ഗോപികൃഷ്ണൻ, ശരി. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.